ഷിർക്കിനെയാണ് നിങ്ങൾ തൗഹീദ് എന്ന് വിളിക്കുന്നത്, കുഫറിനെയാണ് നിങ്ങൾ ഈമാൻ എന്ന് വിളിക്കുന്നത്, ബിദ്അത്തിനെയാണ് നിങ്ങൾ സുന്നത്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇസ്ലാം പഠിച്ചാൽ മതി. ഇസ്ലാം പഠിച്ചാൽ ഇവർ ചെയ്യുന്നത് ഇസ്ലാം അല്ല എന്ന് മനസ്സിലാവും. ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുമല്ലോ പലയിടത്തും. അത് വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ദീനേ അറിയില്ല. അവർക്ക് ഉസ്താദിനെ അറിയാം, ഉസ്താദിന്റെ ഹാവഭാവാദികൾ അറിയാം, ഉസ്താദിന്റെ പോരിശ അദ്ദേഹത്തിന്റെ ഏജന്റുമാര് പ്രചരിപ്പിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്, അതേ അറിയൂ. അങ്ങോട്ട് വരുന്ന ആക്ക് ഒരധ്യായത്തിന്റെ അർത്ഥം പോലും അറിയില്ല, ആ അധ്യായം എവിടെയാണെന്നറിയില്ല, ഖുർആൻ എന്താണുള്ളത്. വല്ലാഹി സാധാരണക്കാരുടെ അവസ്ഥ ഏതാണ്? അവർക്കറിയില്ല. അവരിതിന്റെ പിന്നാലെ വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാധാരണക്കാരോട് വരെ ഖുർആൻ സംഗമത്തിലൂടെ, ഖുർആൻ പഠനത്തിലൂടെ, ഹദീസ് പഠനത്തിലൂടെ അല്ലെ ഖുർആൻ പഠിച്ചു തുടങ്ങി. എങ്ങനെ? അപ്പൊ ആ കാലയളവ് മുതൽ നമ്മൾ ജനങ്ങളോട് ഈ ഖുർആനും സുന്നത്തും പഠിക്കുക 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 എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇസ്ലാം ശരിക്കും പഠിച്ചാലേ ഇസ്ലാം അല്ലാത്ത നമുക്ക് മനസ്സിലാവും. AP അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, ഒരു ശില്പിയോട് പാറക്കല്ലിൽ എങ്ങനെയാണ് ആനനെ കൊത്തുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ പാറക്കല്ലിന്റെ അടുത്ത് വന്ന് നോക്കും, ആനയല്ലാത്തതൊക്കെ ഞാൻ ചെത്തിക്കളയും, ആനയല്ലാത്ത ബാക്കി എല്ലാ ഭാഗവും ഞാൻ ചെത്തിയിട്ട് ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തറിയോ? അയാളുടെ മനസ്സിൽ പൂർണ്ണമായ ആനയുണ്ട്. ആ പാറയിലേക്ക് നോക്കി ആനയുടെ രൂപം പാറയിൽ സങ്കല്പിച്ച് അല്ലാത്ത ഭാഗമൊക്കെ ചെത്തിക്കളയും. ഇതേപോലെ നമ്മുടെ മനസ്സിൽ ഇസ്ലാം ഉണ്ടാകണം. ഉസ്താദിന്റെ വാചകത്തിൽ ഷിർക്കുണ്ടോ കുഫറുണ്ടോ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഷിർക്കിനെയാണ് തൗഹീദ് എന്ന് മനസ്സിലാവും. ഈ പോയിന്റ് അടിവരട്ടുള്ളി സമസ്തക്കാര് 2 EKAPകൾ ഷിർക്കിനെയാണ് നിങ്ങൾ തൗഹീദ് എന്ന് വിളിക്കുന്നത്, കുഫറിനെയാണ് നിങ്ങൾ ഈമാൻ എന്ന് വിളിക്കുന്നത്, ബിദ്അത്തിനെയാണ് നിങ്ങൾ സുന്നത്ത് എന്ന് വിളിക്കുന്നത്. ഈ പരാമർശം നല്ലോണം ശ്രദ്ധിച്ചോളി. എങ്ങനെ? നിങ്ങൾ ഷിർക്കിനെയാണ് തൗഹീദ് എന്ന് വിളിക്കുന്നത്. കാരണം ഖുർആനിലെ തൗഹീദ് നിങ്ങൾക്കറിയില്ല, ഖുർആൻ പഠിപ്പിച്ച ഷിർക്കും നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളുടെ ഉസ്താദുമാര് പോലും പഠിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ഉസ്താദ് വേറൊരു ഉസ്താദിന്റെ കീഴിൽ ഉസ്താദിന്റെ ഷിർക്ക് കേട്ട് വളർന്ന ശിഷ്യനാണ്. പേരോട് ഇന്ന ഉസ്താദിന്റെ ശിഷ്യനാണ്, ആ ഉസ്താദ് അതിന്റെ അപ്പുറത്തെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ആ ഉസ്താദ് പഠിപ്പിച്ച ഷിർക്കല്ലാതെ അതിനെ തൗഹീദായി കണ്ടുകൊണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് ഷിർക്കേത് തൗഹീദേത് എന്ന് മനസ്സിലാവില്ല. കാന്തപുരത്തിന്റെ മകൻ ബദരീങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ബാപ്പ, പ്രിയപ്പെട്ട ഉപ്പ, മകന്റെ ഉപ്പ, കേരള യാത്ര നടത്തിയ നേതാവ്, അയാൾ എന്ത് പറയുന്നുണ്ട്? അയാള് ഉണ്ട്, മൗലവി ഉണ്ട്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് ബാപ്പ പറയുമ്പോ ആ ബാപ്പയിൽ